പാലക്കാട് പട്ടാമ്പിയിൽ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി അഴുക്കുചാൽ അടഞ്ഞതോടെ മഴവെള്ളം കടകളിലേക്ക് കയറി വൻ നാശനഷ്ടം. ബസ് സ്റ്റാൻഡ് പരിസരത്തെ വ്യാപാരികളാണ് ഇതോടെ ദുരിതത്തിലായത്. അഴുക്കുചാലുകൾ അടഞ്ഞതും അശാസ്ത്രീയമായ പൈപ്പിടലുമാണ് പ്രതിസന്ധിക്ക് കാരണം. അധികൃതർക്കെതിരെ പ്രതിഷേധവുമായി വ്യാപാരി വ്യവസായ ഏകോപന സമിതി രംഗത്തെത്തി. പട്ടാമ്പി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി അഴുക്കുചാൽ നിർമ്മാണത്തിൽ അശാസ്ത്രീയത ഉണ്ടെന്ന ആരോപണം മുൻപും ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം ശക്തമായ മഴയിൽ പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി. അഴുക്കുചാൽ നിർമ്മാണം പൂർത്തിയാകാത്തതിനാലും റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പലയിടങ്ങളിലും ചാൽ അടഞ്ഞതുമാണ് വെള്ളപ്പൊക്കത്തിന് കാരണം. മഴയിൽ ഗുരുവായൂർ റോഡ് ജംഗ്ഷൻ പരിസരത്തു നിന്നും വെള്ളമൊഴുകിയത് ബസ് സ്റ്റാൻഡിന് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്കകത്തു കൂടിയാണ്. മഴ പെയ്തപ്പോ റോഡിൽ കൂടെ വരുന്ന പോണ വെള്ളം അവിടെ ഒരു മുഴ കാരണം അത് തടഞ്ഞ് ഫ്രൂട്ട്സിലേക്ക് ഫുള്ള് കയറിയിട്ട് അവിടുന്ന് നേരെ തിരിഞ്ഞ് മൊത്തം കടറുള്ളിലേക്കാണ് കയറിയത്. കടറുള്ളിൽ കയറിയ സാധനം പിന്നെ തിരിച്ചിങ്ങോട്ട് വരില്ല, ഈ ഹൈറ്റ് ഉള്ളതാണ്. എന്നിട്ട് ഫുള്ള് ഞങ്ങള് വെള്ളം മുക്കിപ്പാർന്ന് പോയത്. പിന്നെ രാത്രി ഇതേമാതിരി പോകുമ്പോ ഞങ്ങൾ ഭയന്നിട്ടാ പോയിണ്ടായിരുന്നത്. ബസ് സ്റ്റാൻഡിലെ പമ്പ് ഹൗസിൽ നിന്നുള്ള പൈപ്പിടലിന്റെയും റോഡ് നവീകരണത്തിന്റെയും ഭാഗമായി സ്റ്റാൻഡിന് മുന്നിൽ ക്വാറി വേസ്റ്റ് ഇട്ട് ഉയർത്തിയതോടെ മഴവെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടു. പൈപ്പിടൽ പ്രവൃത്തിയുടെ ഭാഗമായി 1.5 മാസത്തോളം കടകൾ അടച്ചിട്ടു. മഴക്കാലത്ത് ദുരിതം കൂടിയാൽ എന്ത് ചെയ്യുമെന്ന ആശങ്കയിലാണ് വ്യാപാരികൾ. കടയുടെ ഉള്ളിൽ കൂടെ പോകുന്നത്, അവിടെ ബസ് കയറിട്ട് മണ്ണിട്ട് ഉയരപ്പെട്ടിട്ട് ചോളം തീരെ ഇല്ലാത്ത സമയത്താണ് ഈ വക ബുദ്ധിമുട്ടുകൾ ഞങ്ങളെ കടയിൽ വരുന്നത്. മഴ പെയ്താൽ വെള്ളപ്പൊക്കമുണ്ടാവുന്നതിന് കാരണം വാട്ടർ അതോറിറ്റിയുടെയും കരാറുകാരുടെയും അനാസ്ഥയാണെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കൾ ആരോപിച്ചു. ഇതുമൂലം കച്ചവടക്കാർക്കുണ്ടായ നഷ്ടം കരാറുകാരിൽ നിന്നും ഈടാക്കി നൽകണമെന്നാണ് ആവശ്യം. കടയ്ക്ക് സംഭവിച്ച നഷ്ടപരിഹാരം ആ കോൺട്രാക്ടറുടെ അടുത്ത് നിന്ന് വാങ്ങിക്കൊടുക്കാനുള്ള സംവിധാനം അടക്കം ചെയ്തേ പറ്റൂ. വാട്ടർ അതോറിറ്റി ചെയ്തേ പറ്റൂ. ഉത്തരവാദിത്തപ്പെട്ട കോൺട്രാക്ടറുടെ പിടിപ്പുകേട് അവരുടെ കൃത്യമായിട്ടുള്ള അത് പ്രവർത്തിക്കാൻ പറ്റാത്ത അവരുടെ പ്രവൃത്തി കൃത്യമായിട്ട് പൂർത്തിയാക്കാത്തത് കൊണ്ടാണ് ഇന്നലെ ആ കടയിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായത്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി സംഘടനാ ഭാരവാഹികൾ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ന്യൂസ് മലയാളം, പാലക്കാട്.